ഇത് ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ അറസ്റ്റ് എന്നല്ലാതെ ഒരു ഫൈനൽ കുറ്റപത്രം എന്നാണ് സമർപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു ഐഡിയയില്ല. അത് കഴിഞ്ഞതിന് ശേഷമേ സർക്കാരിന് അഭിപ്രായം പറയാൻ പറ്റൂ. ഇപ്പോൾ അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റുകൾ നടക്കുന്നു. പക്ഷേ ഈ അറസ്റ്റ് കൊണ്ട് മാത്രം ചാർജ് ഷീറ്റ് ആവുന്നില്ല. ചാർജ് ഷീറ്റ് ഫൈനലായിട്ട് കൊടുക്കുമ്പോഴേ സർക്കാരിന് തുടർന്നുള്ള ആക്ഷനിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഏതായാലും സർക്കാർ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഫൈനലായിട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. അല്ല, പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്ത ആരുടെ കാലത്താണ്? ഞങ്ങളുടെ കാലത്തല്ലല്ലോ. പ്രശാന്തിൻ്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടില്ല. അവരോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിൽ സർക്കാരിന് അസംതൃപ്തിയുണ്ട്. അത് ഞാൻ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനൽ ചാർജ് ഷീറ്റ് വന്നതിന് ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് സർക്കാർ പ്രവേശിക്കും. തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ അസംതൃപ്തിയുണ്ട്. ഇനി എന്താണ് ഹൈക്കോടതി പറയുന്നത്? തൃപ്തി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിൻ്റെ അതൃപ്തി ഏതായാലും ചാർജ് ഷീറ്റ് ഈ മാസം ഉണ്ടാവുമെന്നാണ് നോക്കുക. ഈ മാസം കണ്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ അതൃപ്തി സർക്കാർ അറിയിക്കും. സംശയമൊന്നും അക്കാര്യത്തില്ല. ഇതിങ്ങനെ ഇഴഞ്ഞു പോകുന്നത് വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ സർക്കാരിന് കഴിയില്ല. അല്ല, പങ്കില്ലാതിനി അവർക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ നടപടികളൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച നടപടികളുടെ ഭാഗമാണ്, അതിൻ്റെ തുടർച്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിതിലൊന്നും ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥനെയും വിളിച്ച് ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മാസം കൊണ്ടും ചാർജ് ഷീറ്റ് കൊടുക്കാൻ താമസിച്ചാൽ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റേതായിട്ടുള്ള അസംതൃപ്തി കോടതി അറിയിക്കേണ്ടി വരും. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. 31-ാം തീയതി വരെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.